ഡൽഹിയിലെ ചരിത്ര സ്മാരകമായ ഹുമയൂൺ ശവകുടീരത്തിന്റെ ഭാഗമായ ഒരു കെട്ടിടം തകർന്നുണ്ടായ ദുരന്തത്തിൽ 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മരിച്ചവരിൽ 3 സ്ത്രീകളും 2 പുരുഷന്മാരുമാണ് ഉൾപ്പെടുന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയാണ് ദുരന്തം സംഭവിച്ചത്. സംഭവ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായ ഹുമയൂൺ ശവകുടീരം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. മുഗൾ ചക്രവർത്തിയായ ഹുമയൂണിന്റെ ഭാര്യയായിരുന്ന ഹാജി ബീഗമാണ് ഈ കെട്ടിടം പണിതത്. ഇതിനകത്താണ് ഹുമയൂണിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത്. ഡൽഹിയിലെ നിസാമുദ്ദീനിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. തകർന്നു വീണ കെട്ടിടം ഹുമയൂൺ ശവകുടീരത്തിന് ചുറ്റുമുള്ള മതിലിന്റെ ഭാഗമാണ്. ഈ കെട്ടിടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഈ ഭാഗം തകർന്നു വീഴാൻ കാരണം എന്താണെന്ന് വ്യക്തമല്ല. അപകടം നടക്കുമ്പോൾ അവിടെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർ ശ്രമിച്ചു വരികയാണ്. മരിച്ചവരുടെ വിവരങ്ങൾ തിരിച്ചറിയാനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് അപകടം നടന്നതെങ്കിലും വാർത്ത വൈകിയാണ് പുറത്തു വന്നത്. അപകടം നടന്നയുടൻ പ്രദേശത്ത് വലിയ ശബ്ദം കേട്ടതായി സമീപവാസികൾ പറഞ്ഞു. അതോടെ പ്രദേശത്ത് ആളുകൾ തടിച്ചുകൂടുകയും തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയതായി കണ്ടെത്തുകയും ചെയ്തു. വിവരം ലഭിച്ചയുടൻ ഫയർഫോഴ്സ്, പോലീസ്, ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എന്നിവർ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. JCB ഉപയോഗിച്ച് തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. മരിച്ചവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവരെയും ഇതേ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 100 കണക്കിന് ആളുകളാണ് അപകടം നടന്ന സ്ഥലത്തേക്ക് തടിച്ചുകൂടിയത്. ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പ്രദേശത്തെ ഗതാഗതം വഴിതിരിച്ചുവിട്ടു. ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത് ഒഴിവാക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ഹുമയൂൺ ശവകുടീരം ഡൽഹിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നത്. ഇവിടെ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകളാണോ അപകടത്തിൽപ്പെട്ടതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. വരും ദിവസങ്ങളിൽ കെട്ടിടം തകർന്നു വീണതിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നാണ് കരുതുന്നത്. ദുരന്തം നടന്നതിൽ അധികാരികൾ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബാംഗങ്ങളെയും പരിക്കേറ്റവരെയും സഹായിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മഴയെ തുടർന്ന് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടം നടന്ന സമയത്ത് കെട്ടിടത്തിന്റെ പരിസരത്ത് ആരെല്ലാം ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഹുമയൂൺ ശവകുടീരത്തിന്റെ ചരിത്ര പ്രാധാന്യം കണക്കിലെടുത്ത് ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ പഴക്കം കണക്കിലെടുത്ത് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. മുമ്പ് ഇവിടങ്ങളിൽ എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സഹായം പ്രഖ്യാപിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അപകടത്തിൽ പരിക്കേറ്റവർക്ക് സൗജന്യ ചികിത്സ നൽകുമെന്നും അറിയിച്ചു. ഡൽഹിയിലെ ഈ ചരിത്രപ്രസിദ്ധമായ സ്ഥലത്ത് നടന്ന ദുരന്തം പ്രദേശത്തെ ജനങ്ങളെയും രാജ്യത്തെയാകെയും ഞെട്ടിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭിച്ചാലേ അപകടത്തിന്റെ പൂർണ്ണമായ ചിത്രം വ്യക്തമാവുകയുള്ളൂ. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹിയിലെ ഹുമയൂൺ ശവകുടീരത്തിന് സമാനമായി മറ്റു പല കെട്ടിടങ്ങൾക്കും പഴക്കം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടങ്ങളുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ നടപടിയെടുക്കുമെന്നാണ് കരുതുന്നത്. അതീവ ശ്രദ്ധയോടെ വേണം അത്തരം കെട്ടിടങ്ങൾ പരിപാലിക്കാൻ. കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വെള്ളിയാഴ്ചത്തെ അപകടം ചരിത്രപരമായ കെട്ടിടങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കയുണർത്തുന്നു. ഈ കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കാലാകാലങ്ങളിൽ പരിശോധനകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് വിദഗ്ധർ പറയുന്നു. ഇത്തരം കെട്ടിടങ്ങൾ കേടുപാടുകൾ സംഭവിച്ചാൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് ആവശ്യമാണ്. അതിമനോഹരമായ ഒരു കാഴ്ചയാണ് ഹുമയൂൺ ശവകുടീരം. പേർഷ്യൻ വാസ്തുവിദ്യയിലും മുഗൾ വാസ്തുവിദ്യയിലും നിർമ്മിച്ച ഈ കെട്ടിടം താജ്മഹലിന്റെ മുൻഗാമിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ചരിത്ര സ്മാരകം കാണാനായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നുണ്ട്. നിരവധി സിനിമകളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഹുമയൂൺ ശവകുടീരത്തിന് സമീപത്തായി നിരവധി കെട്ടിടങ്ങളും ശവകുടീരങ്ങളുമുണ്ട്. ഇവിടെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി മുഗൾ വാസ്തുവിദ്യയുടെ പ്രതീകം കൂടിയാണ്. 5 ജീവൻ നഷ്ടപ്പെട്ട അപകടം ഈ ചരിത്ര സ്മാരകത്തിന് വലിയ ദുരന്തമാണ് വരുത്തിവെച്ചത്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അധികാരികൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ അധികാരികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും അറിയിച്ചു. മഴ കനത്തതിനാൽ പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. എന്നാൽ ഫയർഫോഴ്സ്, പോലീസ്, ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എന്നിവർ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്ത് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അപകടത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യനിലയെക്കുറിച്ച് വ്യക്തതയില്ല. ഹുമയൂൺ ശവകുടീരത്തിൽ നടന്ന ഈ ദുരന്തം രാജ്യത്തിന് വലിയ വേദനയാണ് നൽകിയത്. ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. മഴക്കാലത്ത് ചരിത്ര സ്മാരകങ്ങൾ തകർന്നു വീഴാൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു.
അതിനാൽ അവ സംരക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ദുരന്തം നൽകുന്ന പാഠം ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യമാണ്. ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് അധികാരികൾ ഉറപ്പു നൽകി. പരിക്കേറ്റവർക്ക് എല്ലാ സൗകര്യങ്ങളും ലഭ്യമാക്കുമെന്നും അറിയിച്ചു. ദുരന്തത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതായി പുരാവസ്തു വകുപ്പ് അറിയിച്ചു. ഈ അപകടം ഇന്ത്യയുടെ പൈതൃക സ്മാരകങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അവയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാർ ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ദുരന്തത്തിൽ മരിച്ചവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളുമായി ദുഃഖത്തിൽ പങ്കുചേരുന്നു. പരിക്കേറ്റവർക്ക് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. ഈ ദുരന്തം രാജ്യത്തിന്റെ ഹൃദയത്തിൽ ഒരു വേദനയായി നിലനിൽക്കും.